ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇങ്ങനെ എല്ലാവരെയും, പുല്ലിനെയും പുഴുവിനെയും, കാരണം ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, നമ്മളറിയുന്നില്ല. അതാണ് നമ്മുടെ ഒരു കുറവ്. നമ്മൾ അറിയുമ്പോഴേക്കും നാം അദ്ദേഹമായിട്ട് മാറും. അങ്ങനെ അദ്ദേഹം എല്ലാവരെയും താനായി കണ്ട് എല്ലാവരെയും രക്ഷിക്കുന്നയാളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ നമ്മൾ ആദ്യം നമസ്കരിക്കണം. അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ഈ ഭാഗവതം വരണേ. അദ്ദേഹത്തെ ആദ്യം നമ്മൾ നമസ്കരിക്കണം. നാരായണം നമസ്കൃത്യ. ആദ്യം നാരായണൻ നമസ്കരിക്കണം. അദ്ദേഹമാണല്ലോ ഇതിൻ്റെ ആദിമ ഗുരു. പിന്നീട് നമ്മൾ നരം ചൈവ നരോത്തമം, മനുഷ്യരുടെ കൂട്ടത്തില്, അറിവുള്ള ആളുകളുടെ കൂട്ടത്തില് ഉത്തമനായിരിക്കുന്ന നരമൻ ഋഷിയെയും നമ്മൾ നമസ്കരിക്കണം. നാരായണ ഋഷിയെ നമസ്കരിക്കണം, അതേപോലെ തന്നെ നര ഋഷിയെ നമസ്കരിക്കണം. നാരായണൻ എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ, നാരങ്ങളിൽ അയനം ചെയ്യുന്നവൻ. അനേകം അർത്ഥങ്ങളുണ്ട്. അതെല്ലാം വന്നു ചേരുന്ന ഇവിടെയാണ്. ലോകം മുഴുവൻ നിറഞ്ഞ് ലോകത്തെയും കവിഞ്ഞ് യാതൊരു മാറ്റവുമില്ലാതെ ആനന്ദസ്വരൂപനായിട്ട് ജ്ഞാനസ്വരൂപനായിട്ട് നിൽക്കുന്നവൻ, അവനാണ് നാരായണൻ. അവനെ നമസ്കരിച്ചിട്ട് അവൻ്റെ തന്നെ വേറൊരു രൂപമായിരിക്കുന്ന നര ഋഷിയെയും നമസ്കരിച്ചിട്ട് പിന്നെയോ നാരായണനിൽ നിന്നിട്ട് നരനിലേക്കും ഈ ലോകത്തിലേക്കും ഈ മഹാജ്ഞാനം ഏത് രൂപത്തിലാണ് എത്തിച്ചേരുന്നത്? ഭാഷാരൂപത്തിൽ, ശബ്ദാർത്ഥങ്ങളുടെ രൂപത്തിൽ. ആരാ ഭാഷ? ആരാണ് ആ ശബ്ദാർത്ഥങ്ങൾ? ആരാണ് ആ കലകൾ? ഇവിടെ കലകളുടെ അവതരണം രാവിലെ തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയുമുണ്ട്. അത് സരസ്വതിയാണ്. സരസ്വതിയിൽ കൂടി ഇതിഹാസങ്ങളുടെ രൂപത്തിൽ, അതേപോലെ തന്നെ പുരാണങ്ങളുടെ രൂപത്തിൽ, വിവിധങ്ങളായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ, വേദമന്ത്രങ്ങളുടെ രൂപത്തിൽ സരസ്വതിയായിട്ട്, വേദമന്ത്രങ്ങളെല്ലാം സരസ്വതിയാണ്. ആ മഹാജ്ഞാനം നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. കലകളായി, സംഗീതമായി, സാഹിത്യമായി, ഭൗതിക ശാസ്ത്രങ്ങളായി, സകല ശാസ്ത്രങ്ങളായും ആ മഹാജ്ഞാനം, ബ്രഹ്മജ്ഞാനം വിവിധ മണ്ഡലങ്ങളിലൂടെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ജ്ഞാനത്തിൻ്റെ പ്രവാഹം, അതാണ് സരസ്വതി. അതുകൊണ്ട് ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു പ്രവാഹിക്കണമെങ്കിൽ സരസ്വതിയെ വന്ദിക്കണം. സരസ്വതിയായിട്ടാണ് ഈ ഭാഗവതം നമ്മിലേക്ക് വരിക. അതാണ് ദേവീം സരസ്വതീം. ദേവിയായിരിക്കുന്ന സരസ്വതിയെ വന്ദിക്കണം. പിന്നെ ഈ ഭൂമുഖത്തിരുന്നു കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ മഹാഗുരു വ്യാസൻ. ദേവീം സരസ്വതീം വ്യാസം. വ്യാസനെ നാം നമസ്കരിക്കണം. തതോ ജയമുദീരയേത്. ഈ ഋഷിമാരെ, ഈ ആദി ഗുരുക്കന്മാരെ, പല ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞല്ലോ. നാരായണൻ, നരൻ, സരസ്വതി, വ്യാസൻ എന്ന് പറഞ്ഞല്ലോ. ഇവരെല്ലാം ചേർന്ന് ഒരേറ്റ ഗുരുവാണ്. പല പല രൂപങ്ങളിൽ, പല പല ഭാവങ്ങളിൽ, പല പല കാലഘട്ടങ്ങളിലായിട്ട് ഈ ഒരേ ഗുരു ഇങ്ങനെ നാരായണനായി, അതേപോലെ നരനായി, സരസ്വതിയായി, വ്യാസനായി, ശുഭനായി ഒക്കെ നമ്മുടെ മുന്നിൽ വരികയാണ്. ഒരേ ഗുരുവാണ്. എൻ്റെ ഗുരുനാഥനായ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഇത് തന്നെയാണ്. വിദ്യാധരാജ ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, എല്ലാവരും ഇതേ ഗുരു തന്നെയാണ്. ആ ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് തതോ ജയമുദീരയേത് എന്നിട്ട് വേണം ജയം എന്നുള്ളതായി ഈ ഇതിഹാസ കാവ്യം പറയേണ്ടത്, ചൊല്ലേണ്ടത്, കേൾക്കേണ്ടത്. ഇനിയോ ആ ഋഷിവര്യന്മാരുടെ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് നാം ഇത് പഠിക്കുമ്പോഴേക്കും
നാം എങ്ങനെ ഉൾക്കൊള്ളണം? ഭക്തിയോടുകൂടിയിട്ട്, ശ്രദ്ധയോടുകൂടിയിട്ട് നാം അതിനെ ഉൾക്കൊള്ളണം. എന്താണ് ആ ഭക്തിയുടെ പരമമായിരിക്കുന്ന സ്വരൂപം? സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരഥോക്ഷജേ. ഇതാണ് പുംസാം, ഈ ലോകത്തിലുള്ള ജീവരാശിക്ക് പരമമായിരിക്കുന്നതായ ധർമ്മം. അധോക്ഷജനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാവിഷ്ണുവിൽ, ശ്രീകൃഷ്ണനിൽ പരമമായിരിക്കുന്നതായ സമർപ്പണത്തോടു കൂടിയിട്ടുള്ളതായ സേവന പ്രവർത്തികളുടെ നമ്മുടെ സമർപ്പണം, അതോടുകൂടിയിരിക്കുന്നതായ നമ്മുടെ തന്നെ സമർപ്പണം, നാം തന്നെ ആ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ധർമ്മം. അതുകൊണ്ട് ഭക്തി വർദ്ധിക്കും. സകല കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുക, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനിൽ സമർപ്പിക്കുക. ഈ ജഗത്തായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. എല്ലാം ചെയ്യേണ്ട കർത്തവ്യങ്ങൾ മുഴുവൻ ലോക നന്മയ്ക്ക് വേണ്ടി ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും പരമമായിരിക്കുന്ന ധർമ്മം. എന്താണ് ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സകല കർമ്മങ്ങളും ലോക നന്മയ്ക്ക് വേണ്ടി ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് ചെയ്യുക. ഈ ലോകത്തിലുള്ള എല്ലാ ജീവരാശിയും, ജീവനില്ലാത്ത പദാർത്ഥങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ്. നാം കാണുന്ന മനുഷ്യരും മൃഗങ്ങളും എല്ലാം വാസുദേവ കൃഷ്ണന്റെ വിവിധങ്ങളായ രൂപങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ കർമ്മശേഷിയും, നമ്മുടെ മുഴുവൻ ജ്ഞാനശേഷിയും ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് നാം പൂജയായിട്ട് ആ പാദങ്ങളിൽ സമർപ്പിക്കണം. അതാണ് പരമമായിരിക്കുന്ന ധർമ്മം. അതിലും വലിയ ധർമ്മമില്ല. അതുകൊണ്ട് ഭക്തി ഉണ്ടാകും. ആ ഭക്തി കൊണ്ട് ചിത്തം തെളിയും. അങ്ങനെ ചിത്തം തെളിഞ്ഞു കഴിഞ്ഞാലോ ജ്ഞാനത്തിന്റെ ഉദയം ഉണ്ടാകും. ജ്ഞാനത്തിന്റെ ഉദയം ഉണ്ടായാൽ അത് പരമമായിരിക്കുന്ന മോക്ഷത്തില്, പ്രത്യക്ഷാനുഭവത്തില്, മോക്ഷത്തില് എത്തിച്ചേരും. അതുകൊണ്ട് തസ്മാത് ഏകേന മനസ ഭഗവാൻ സത്വതമ്പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. പരമമായിരിക്കുന്ന ഉപാസനാ പദ്ധതി ഹൃദയത്തിൽ ഭക്തി അങ്കുരിപ്പിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ളതായ പദ്ധതി ഇവിടെ ഇതാ സൂതൻ ആ ഋഷിമാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നു. തസ്മാത്, ആ കാരണത്താൽ സകല കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണല്ലോ ഭക്തി വളരാനുള്ള മാർഗം. ഭക്തി കൊണ്ടാണല്ലോ മോക്ഷം ലഭിക്കുന്നത്. അതുകൊണ്ട് തസ്മാത്, ആ കാരണത്താൽ ഏകേന മനസ്സ, ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ അചഞ്ചലമായിട്ട്, ഇളക്കമില്ലാത്തതായിട്ട്, ഉറപ്പിച്ചതായ മനസ്സോടു കൂടിയിട്ട് നാം ഭഗവാനെ ഉപാസിക്കണം. ഒരിക്കലും ഭഗവാനെ മറന്നുപോകരുത്. ഭഗവാനിൽ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കണം. ആരെയാ നാം പൂജിക്കേണ്ടത്? ഭഗവാൻ സത്വതമ്പതി. ഗോകുലത്തിന് അധിപതിയായിരുന്നു കൊണ്ട്, യാദവന്മാർക്കെല്ലാം അധിപതിയായിരുന്നു കൊണ്ട്, ഗോപന്മാർക്കും അധിപതിയായിരുന്നു കൊണ്ട്, ഈ ലോകത്തിന് മുഴുവൻ അധിപതിയായിരുന്നു കൊണ്ട്, ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവനായ ഭഗവാൻ, ആ ഭഗവാനിൽ സർവസ്വവും സമർപ്പിച്ച് പ്രവർത്തിക്കണം. അദ്ദേഹത്തെയാണ് കേൾക്കേണ്ടത്. ശ്രോതവ്യ, അദ്ദേഹത്തിന്റെ കഥകളാണ് കേൾക്കേണ്ടത്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായ നാമങ്ങളാണ് കേൾക്കേണ്ടത്. അദ്ദേഹത്തെയാണ് കീർത്തിതവ്യശ്ച, അദ്ദേഹത്തെയാണ് നമ്മൾ കീർത്തിക്കേണ്ടത്. എന്ന് മാത്രമല്ല ധ്യേയ പൂജ്യശ്ച നിത്യത എന്നും അദ്ദേഹത്തെയാണ് ധ്യാനിക്കേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് എന്നും ധ്യാനിക്കേണ്ടത്. അദ്ദേഹത്തെയാണ് എന്നും പൂജിക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കഥകൾ, അദ്ദേഹത്തിന്റെ അവതാര കഥകൾ, 24 അവതാരങ്ങൾ, മുഖ്യമായിരിക്കുന്ന അവതാരങ്ങളുടെയും കഥകൾ. ഭഗവാന്റെ അവതാരങ്ങൾ അനന്തമാണ്. അത് നമുക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ പാകത്തിന് 24 എണ്ണം ഇതിനകത്ത് വളരെ വിശദമായിട്ട് കേൾപ്പിക്കുന്നു. ആ കഥകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് കൊടുക്കുന്ന ഉപദേശമാണല്ലോ. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെ പരീക്ഷത്തിന് ഇങ്ങനൊരു സാഹചര്യം വരുന്ന പശ്ചാത്തലം നമ്മെ കേൾപ്പിക്കുകയാണ്. പരീക്ഷത്തിൻ്റെ ജനന വൃത്താന്തം നമ്മെ കേൾപ്പിക്കുകയാണ്.
അതിൻ്റെ കാരണമായിരിക്കുന്ന തൊട്ടു മുമ്പുള്ളതായ സംഭവങ്ങൾ നമ്മെ കേൾപ്പിക്കുകയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. ആ യുദ്ധത്തിൻ്റെ അവസാനം സർവസ്വവും തകർന്ന് തോറ്റ് ജീവന് വേണ്ടിയിട്ട് പടക്കളത്തിൽ നിന്ന് 3 പേര് ഓടിപ്പോയി. അശ്വത്ഥാമാവും കൃപരും കൃതവർമാവും. പാണ്ഡവന്മാർ ജയിച്ചു, കൗരവന്മാർ എല്ലാം നശിച്ചു. കൗരവന്മാരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ 3 പേര് മാത്രം അവശേഷിച്ചു. അതിൽ അശ്വത്ഥാമാവ് അപാണ്ഡവായ എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡവ വംശത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രം ബ്രഹ്മശിരസ് എടുത്ത് പ്രയോഗിച്ചു. എന്താ, പാണ്ഡവന്മാരുടെ വംശത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട്. ആ കുഞ്ഞ് ഉത്തരയുടെ ഗർഭത്തിലുണ്ട്. അതിനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചു, ആ ബ്രഹ്മാസ്ത്രത്തെ. പക്ഷേ ഭഗവാൻ ആ കുഞ്ഞിനെ രക്ഷിച്ചു. ഭഗവാൻ തന്നെ ഉത്തരാഗർഭത്തിലിരിക്കുന്ന ആ കുഞ്ഞിനെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ആവരണമായി നിന്നിട്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചു. അങ്ങനെ ആ കുഞ്ഞ് ജീവനോടുകൂടി തന്നെ ജനിച്ചു. അതാണ് പരീക്ഷിത്ത്, അഭിമന്യുവിൻ്റെ, ആ യുദ്ധത്തിലെ മരിച്ചുപോയ അഭിമന്യുവിൻ്റെ പുത്രൻ. യുദ്ധം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ ജനനം. ഇത് കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ബന്ധുജനങ്ങളോട് അനുവാദമൊക്കെ ചോദിച്ചുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആ അവസരത്തിൽ ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിയായ കുന്തി, പാണ്ഡവന്മാരുടെ അമ്മയായ കുന്തി, ഭഗവാന്റെ മുന്നിൽ വന്ന് തൻ്റെ മക്കളോടും അതേപോലെ തന്നെ മറ്റു ബന്ധുജനങ്ങളോടും ഒപ്പം വന്ന് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുതുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഭഗവാനോട് പറയാണ്, നമസ്യേ പുരുഷം ത്വദ്യം ഈശ്വരം പ്രകൃതേ പരം. അല്ലയോ ഭഗവാനെ, പ്രകൃതിക്ക്, മൂലപ്രകൃതിക്ക് അപ്പുറം കുടികൊള്ളുന്നതായ ഈശ്വരനായിരിക്കുന്ന, ലോകത്തിന് മുഴുവൻ അധിനായകനായിരിക്കുന്ന അല്ലയോ പരമാത്മാവേ, പുരുഷ പരമാത്മാവേ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഞാനിതാ എല്ലാ ബന്ധുജനങ്ങളോടുമൊപ്പം അങ്ങയെ നമസ്കരിക്കുകയാണ്. അങ്ങ് പുരുഷനാണ്, എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നവരാണ്. ജീവാത്മാവായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ അങ്ങയുടെ പ്രതിബിംബ രൂപത്തിൽ കുടികൊള്ളുന്നു എന്ന് മാത്രമല്ല, എല്ലാറ്റിൻ്റെയും പുറത്തും അങ്ങ് കുടികൊള്ളുന്നു. സർവത്ര വ്യാപിച്ച പരമാത്മാവായിട്ട്, പുരുഷോത്തമനായിട്ട് അങ്ങ് കുടികൊള്ളുന്നു. അങ്ങ് ആദ്യനാണ്, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനാണ്. അങ്ങ് മാത്രമേ ഉള്ളവനായിട്ടുള്ളൂ. അങ്ങയിലാണ് ഈ ലോകമുണ്ടായത്. അങ്ങയുടെ സങ്കല്പത്താൽ അങ്ങ് തൻ്റെ തന്നെ മായയെ പ്രവർത്തിപ്പിച്ചു. അങ്ങനെ ആ മായയുടെ പ്രവർത്തനത്താൽ അങ്ങയുടെ അനുവാദത്തോടു കൂടിയിട്ട് ഈ ജഗത്തുണ്ടായി. അങ്ങനെയുള്ള അങ്ങ് ഈ പ്രകൃതിയുടെ മണ്ഡലത്തിനും അപ്പുറത്താണ്. പ്രകൃതിയെക്കാളും അത്യന്തം സൂക്ഷ്മമാണ്. പ്രകൃതി അങ്ങയിൽ നിലനിൽക്കുന്നു, അങ്ങ് പ്രകൃതിയിലല്ല നിലനിൽക്കുന്നത്. ഈ ലോകം അങ്ങയിൽ നിലനിൽക്കുന്നു, അങ്ങ് ഈ ലോകത്തിലല്ല നിലനിൽക്കുന്നത്. ഈ ലോകത്തിന് ആശ്രയം അങ്ങാണ്. അങ്ങ് അലക്ഷ്യം സർവഭൂതാനാം